ഞാൻ MLA-യുടെ വളരെ അടുത്ത സുഹൃത്താണ്. എന്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാൻ MLA-യോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ദയവേത് ഒന്ന് പരിഗണിക്കാമോ? ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് എന്ന് 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹമാണ് കട്ട് ചെയ്തത്, ഞാനല്ല. പറഞ്ഞതുപോലെ കഴിഞ്ഞ കൗൺസിലിന്റെ കാര്യങ്ങൾ രേഖകൾ പരിശോധിക്കാതെയാണോ താങ്കൾ രേഖകളുണ്ടോന്ന് പോലും എനിക്കറിയില്ല. രേഖയുണ്ടോ കരാറുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ ഞാൻ മേയറിനോട് ഞാൻ ചോദിക്കാം. ഇന്ന് അവധിയല്ലേ, ഇന്ന് പരിശോധിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണിത്. അതുകൊണ്ട് ഇന്നിനി നാളെ പരിശോധിച്ച ശേഷം മറ്റൊരു വാർത്തയും മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് താങ്കൾ കടുത്ത അതൃപ്തിയിലാണ് എന്നാണ് ഒരുപാട് വാർത്തകൾ. എന്താണ് താങ്കൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടോ? ഈ മേയർ അതിനെ കുറിച്ച് പറയാനല്ല ഞാൻ അടക്കം പറയുന്നത്. ഞാൻ ഈ മറ്റുള്ളവർ പറയുന്നതിന് എല്ലാത്തിനും ഉത്തരം ഞാൻ പറയണമെന്ന് നിങ്ങൾ എന്തിനാ ശടിക്കുന്നത്? എനിക്കൊരു നിരാശയുമില്ല, എനിക്ക് യാതൊരു നിരാശയുമില്ല. പാർട്ടി നേതൃത്വം ഒരു തീരുമാനം എടുത്തു. അതിനോട് യോജിച്ച് നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഒരു വാക്ക് കൗൺസിൽ മീറ്റിംഗിന്റെ സമയത്ത് പാർട്ടി നേതൃത്വം ഓരോ കൗൺസിലറായിട്ട് ജയിച്ചു വന്നവരെയും വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഒരു മേയർ സ്ഥാനാർത്ഥി നിങ്ങളുടെ മനസ്സിലുണ്ടോ, അതോ പാർട്ടി നേതൃത്വം പറയുന്നത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഒരു മേയറുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. അതിനോടൊപ്പം ഞാൻ നിന്നു. ഞാൻ അന്ന് രാജേഷിന് ഷോൾ അണിയിച്ചു. നിങ്ങൾ കണ്ടതാണല്ലോ. ലഡു കൊടുത്തു, ആശാനാഥിനെ ഞാൻ ലഡു കൊടുത്തു, മധുരം പങ്കുവച്ചു. ഞാൻ സന്തോഷമായി. പനിയായതുകൊണ്ട് പ്രതികരിക്കാൻ ശബ്ദമില്ലായിരുന്നതുകൊണ്ട് പ്രതികരിക്കാതെ പോയതാണ്. ഇന്നലെ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ മേയറിന്റെ സത്യപ്രതിജ്ഞ മുഴുവനും കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് എനിക്ക് ആന്റിബയോട്ടിക് കഴിക്കേണ്ട സമയമായി. പിന്നെ എനിക്ക് അടുത്തൊരു വീട്ടിൽ പാലുകാച്ചിന് പോകണമായിരുന്നു. എന്റെ ഭർത്താവ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാനുള്ള സമയം കണക്കിലെടുത്താണ് ഞാൻ 1:30 മണിക്ക് ഇറങ്ങിയാലേ 2:15 എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1:30 മണിക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഷോൾ അണിയിച്ച് പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത്. അതും വിവാദമാക്കി. നിങ്ങൾ എല്ലാം വിവാദമാക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് സംതൃപ്തിയാണ്. ഞാൻ ഇവിടെ കൗൺസിലറായിട്ട് തന്നെ തുടരും. ഇവിടുത്തെ ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അവരെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം. അതെനിക്ക് സത്യസന്ധമായിട്ടും കൃത്യനിർവഹണം വളരെ സന്തോഷമായിട്ടും നിർവഹിക്കണം ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഓഫീസ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു അതിർത്തിയും അനിഷ്ടവും ആരോടും ഇല്ല, നിങ്ങളോടും ഇല്ല, എല്ലാവരോടും സ്നേഹം മാത്രം. പ്രസാദിനോടും എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ. വളരെയധികം സ്നേഹം ഇപ്പോഴും ഉണ്ട്. അനിയന്റെ സ്ഥാനം തന്നെയാണ് ഇപ്പോഴും. ഞാൻ മോനെ എന്ന് വിളിച്ചാണ് സംസാരിച്ചത്. ചോദിച്ചു നോക്കെ, മോനെ എന്ന് വിളിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഓഫീസ് ഉപയോഗിക്കും. ഞാൻ ഈ ബാത്റൂം ആണെങ്കിലും ഞാൻ ഇരിക്കും. എനിക്കിരിക്കണ്ടേ? പ്രശാന്തിനായിരിക്കും ബുദ്ധിമുട്ടാ. കാരണം ഞാനും എന്റെ ആൾക്കാരും വന്ന് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യും. ശരി പോട്ടെ, എനിക്ക് വയ്യ, അതുകൊണ്ടാണ്.